ഉപയോഗിക്കുന്നത്. आत्मीय से देखना भी हूँ कि परमेश्वर को जो है बहुत शक्तिपूर्वक उपयोग करते हुए ഈ ദിവസങ്ങളിൽ ദൈവമക്കളെല്ലാം ദൈവദാസന്മാരെല്ലാം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. इन दिनों में सारे परमेश्वर के बच्चे जो है उनके काम को याद करके प्रार्थना कीजिए, കാരണം അനേക പ്രതികൂലങ്ങൾ, അനേക പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. क्योंकि अनेक प्रतिकूल और समस्या जो है वे गुजर रहे हैं. പലപ്പോഴും പല വിഷയങ്ങളും അവർക്ക് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പലവിധമാകുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിരിക്കുക. कई बातें बोल नहीं सकते लेकिन परंतु फिर भी वो गुजर रहे हैं, इसलिए प्रार्थना कीजिए. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതികൂലങ്ങൾ മനുഷ്യരിൽ കൂടെയും പിശാച് ഡയറക്റ്റും പ്രവർത്തിക്കും. क्योंकि जब परमेश्वर के लिए काम करने के समय शैतान जो है प्रतिकूल जो है डालता है. അതെ, പ്രൈസ് ദി ലോർഡ്. ആ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. उस समय सब अगर परमेश्वर का वो अनुग्रह नहीं है तो हम आगे नहीं बढ़ सकते. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. दास को याद करके मैं तुम्हें धन्यवाद देता हूँ. അതെ, ഇന്ന് പകൽക്കാലം പാടിയതുപോലെ നമുക്ക് ഈ നാളുകളിൽ ഒരുങ്ങാം. जैसे हमने जो है प्रार्थना जो गीत गाया, हम तैयार हो जाए. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. क्योंकि परमेश्वर का जो है आगमन एकदम निकट है. ആമേൻ. കർത്താവിന്റെ വരവ് അടുക്കും തോറും അനേകരുടെ സ്നേഹം തണുത്തു പോവുകയും അനേകർ ദൈവസന്നിധി വിട്ട് പിന്മാറുന്ന അവസ്ഥകളാണ് കാണുന്നത്. परमेश्वर का आगमन एकदम निकट है, तो इसीलिए हम देखते हैं कि बहुत सारे जन का विश्वास जो है वो पीछे आ गया. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ സംഭവങ്ങളും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുക. क्योंकि हमारे आजू बाजू के जो है अवस्था को देखकर वो हमें बता रहा है. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായി മുന്നേറുക. इसीलिए इन दिनों में हमें जो है सामर्थपूर्वक आगे बढ़ना है. തൽക്കാലം കടന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आज आए हुए सभी लोग को प्रभु यीशु मसीह के नाम से प्रेम भरा हुआ सलाम. പ്രത്യേകിച്ച് സെഷന്മാരായ ദേവദാസന്മാർ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. खास करके श्रेष्ठ प्रभु के दास हमारे बीच में. ആമേൻ, പ്രൈസ് ദി ലോർഡ്. തോമസൻ പാസ്റ്റർ, രാജു പാസ്റ്റർ, ജോർസി തോമസ് പാസ്റ്റർ, അതുപോലെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, നോർത്ത് ജില്ല പല ദൈവദാസന്മാരെയും കാണുന്നുണ്ട്. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. थॉमसन पास्टर, जॉर्ज सी पास्टर, राजू पास्टर और ऐसे बहुत सारे पास्टर्स और परमेश्वर के लोग हमारे साथ हैं. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. सभी लोग प्रार्थना के साथ रहिएगा. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഒരുക്കത്തോടുകൂടെ ആയിരിക്കാം. आज परमेश्वर की आत्मा हमारे साथ जो है बात करे, इसके लिए हम तैयारी से रहें. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാനുള്ള കാരണം और एक बार ऐसा बोलने का मतलब ये है ഞങ്ങൾ രണ്ടുപേരും ശാരീരികമായി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. क्योंकि हम दोनों को भी शायद से जो है तकलीफ है. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. वो आपका जो प्रार्थना जरूरी है. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. आपके प्रार्थना के द्वारा परमेश्वर अद्भुत काम करेंगे. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. अनेक लोगों का चेहरा देखने मिल रहा है, उनके परमेश्वर को धन्यवाद देता हूँ. ആമേൻ. മറ്റുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. और कोई परमेश्वर अनुग्रह करे. നിശ്ചയമായും ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിക്കാനുണ്ട്. निश्चय है कि परमेश्वर हमसे कुछ बात करना അത് പ്രാപിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുക. उसके लिए हम तैयारी से रहें. കാരണം ഇന്ന് പകൽക്കാലം ഒന്ന് രണ്ട് വിഷയങ്ങൾ ദൈവാത്മാവ് എന്റെ മുമ്പ് കൊണ്ടുവരാനിടയായി. क्योंकि आज 2-3 बातें परमेश्वर की आत्मा के इंसान लेके. ഇന്നലെയും വചനം ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് വിഷയം ഇങ്ങനെ എന്റെ മുമ്പ് നിൽക്കുകയായിരുന്നു. कल भी वचन जय मन करने के समय 2-3 बातें ऐसे आए थे. പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ വചനത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. परंतु आज जो परमेश्वर की आत्मा ने कहा कि इस वचन से बात करना. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. तो परमेश्वर की आत्मा जो है हमें बोलते हैं और उसको हम सुनते हैं, तो परमेश्वर की आत्मा जो कार्य करते हैं. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. क्योंकि मैं बात करने समय जो मैं एक बात है जो प्रार्थना करता हूँ. ദൈവം പറയുന്നതല്ലാതെ ഒന്നും പറയുവാനിട വരുത്തരുത്. परमेश्वर जो है बोले बिना हम कुछ बोलना नहीं चाहिए. എന്റെ സ്വയത്തിൽ നിന്ന് ഒന്നും പറയുവാനിട വരുത്തരുത്. मेरे खुद से कुछ नहीं बोलना चाहिए. ദൈവം തരുന്നത് മറച്ചു വെക്കാതെ പറയുവാനുള്ള കൃപ വേണം. परमेश्वर जो बोलते हैं वो बिना छुपाए बोलने के लिए कृपा होना चाहिए. എന്റെ ജീവിതത്തിൽ ഇല്ലാത്തതും എന്നെ കൊണ്ട് കഴിയാത്തതും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. मुझसे जो नहीं होता है या फिर मैं नहीं करता, दूसरे पे नहीं डालना है. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിക്കരുത്. मतलब मुझसे नहीं हो रहा है, वो दूसरों से मैं नहीं करना चाहिए. അത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠം കൂടെയാണ്. तो परमेश्वर ने मुझे सिखाया हुआ एक पाठ भी है. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആരംഭ സമയങ്ങളിൽ जब भी मैं ये सुसमाचार के सेवकाई से निकलने का शुरुआत के समय में ഞാൻ ആയിരുന്ന സഭയിലെ സൺഡേ സ്കൂൾ എടുക്കുമായിരുന്നു.
मैं जो कलीसिया में था वहां पे मैं संडे स्कूल रहता था। സൺഡേ സ്കൂൾ എടുക്കുമ്പോ പൈതങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കും. संडे स्कूल लेने के समय वो बच्चे को सब प्रोत्साहन करना। അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വചനങ്ങൾ പഠിക്കണം, അത് മനഃപ്പാഠമാക്കണമെന്ന് അവരോട് പറയാറുണ്ട്. उनको प्रोत्साहन करता था कि बहुत सारे वचन को सीखना है, याद करना है करके। അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ വചനം പഠിക്കണമെങ്കിൽ 119 സങ്കീർത്തനം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. तो मैं उनको बोलता हूँ कि तुमको सबसे ज्यादा वचन याद करना है तो भजन संगीता 119 याद करिएगा। പൈതങ്ങളെല്ലാം അത് സന്തോഷകരമായി സമ്മതിച്ചു. तो बच्चे सब जो खुशी से उसको हाँ मान लिए। പക്ഷെ ഒരു ചില പൈതങ്ങൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കുവാനിടയായി. तो कुछ बच्चे जो अपने घर में कैसे बोलते हुए मैंने सुना, ഈ അങ്കിള് ചെയ്യാത്ത കാര്യം ഞങ്ങളെ കൊണ്ട് പറയുക. हाँ ये अंकल जो नहीं करते वो काम मुझे हमें बोले हैं। അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ ശരിയായി, എനിക്കറിയത്തില്ല, ഞാൻ ഈ പിള്ളേരോട് പഠിക്കാൻ പറയുക. तो मैंने सोचा हाँ मुझे नहीं पता, मैंने बच्चों को बोला। അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, तब मैंने एक बात सोचा, ഇവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പഠിക്കണം. इनको बोलने से पहले मुझे पढ़ना। ഞാൻ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 8 ഭാഗങ്ങളായിട്ട് പേപ്പറിൽ എഴുതി പഠിക്കാൻ तो ആരംഭിച്ചു. फिर मैंने ऐसा 8 करके वो अध्याय पढ़ना शुरू किया। കാരണം ഞാൻ പഠിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയമായി മാറും. क्योंकि मैं पढ़े बिना दूसरों को पढ़ने के लिए बोला तो वो मेरे लिए एक हार हो जाएगी। എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യുവാൻ നിർബന്ധിച്ചാൽ അത് പരാജയമായി തീരും. मेरे जीवन में जो नहीं है वो दूसरों को करने किया तो फिर वो मेरे जीवन में एक हार है। എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചതിന് ശേഷം, അത് പ്രാപിച്ചതിന് ശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. क्योंकि मेरे जीवन में जो अगर वो जो है अगर मैंने प्राप्त किया तो वो दूसरे के जीवन में हो सकता है। പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങൾ അങ്ങനെയായി തീരാറുണ്ട്. कई बार हमारा जो भाषण सब वैसा हो जाता है കാരണം നമുക്ക് പറയുവാൻ എളുപ്പമായിരിക്കും, क्योंकि हमें बोलने के लिए आसान होगा, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. लेकिन हमारी जिंदगी में जो है वो करना थोड़ा मुश्किल हो सकता है। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്കത് മറ്റുള്ളവരോട് ആമേൻ പറയുവാനും കഴിയത്തില്ല. लेकिन हमारे जीवन में नहीं है तो हम दूसरों को बोलना मुश्किल होगा। ആമേൻ. ആകയാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. इसलिए हम आज परमेश्वर के चरण में प्रार्थना के साथ बैठेंगे। ദൈവം തരുന്നതെല്ലാം പ്രാപിക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കാം. परमेश्वर जो बोलते हैं वो प्राप्त करने के लिए हम तैयारी से। ദൈവം പറയാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. जो परमेश्वर नहीं बोलते वो हमारे जीवन में ना हो। ദൈവം ആഗ്രഹിക്കാത്തത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. जो हम इच्छा नहीं करते कुछ भी हमारी जिंदगी में नहीं आ रहा അപ്പൊ ദൈവഹിതത്തിനായി ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. तो परमेश्वर की इच्छा के लिए हम अपने आप को देंगे और प्रार्थना के साथ बैठेंगे। ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കണം. मैंने जो है सोचा था पवित्र आत्मा के बारे में बात करने की, അപ്പൊ ദൈവാത്മ പറഞ്ഞു അതിനു മുമ്പ് ഒരു കാര്യം റെഡിയാക്കാനുണ്ട്. लेकिन परमेश्वर की आत्मा कहा कि उससे पहले एक बात तैयार करें, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി. उसके बाद पवित्र आत्मा के बारे में बोलिए। ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനം വായിക്കാം. हम एक जो है वचन पढ़ेंगे। നമുക്ക് ഏറ്റവും സുപരിചിതമായ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 133 അധ്യായത്തിന്റെ 1 വാക്യം. भजन संगीता उसका 33 का 1। ആമേൻ. 133 സങ്കീർത്തനത്തിന്റെ 1 വാക്യം വായിക്കാം. भजन संगीता 133 उसका 1। देखो यह क्या ही बली और मनोहर बात है कि भाई लोग आपस में मिले रहे। ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ആമേൻ. ഇവിടെ വായിച്ചത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. यहाँ हमने पढ़ा जो है क्या ही भली और मनोहर बात है कि भाई लोग आपस में मिले रहे। സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, भाई लोग आपस में मिले रहना, അതിനിവിടെ പറയുന്നത് അത് മനോഹരവും ശുഭവുമാണ്. उसे बोला है कि ये मनोहर और भली बात है करके। പലപ്പോഴും ഈ സഹോദരങ്ങൾക്ക് ഒത്തൊരുമിച്ച് വസിക്കാൻ കഴിയും. कई बार जो है भाई लोग आपस में रह सकते हैं, ഒത്തൊരുമിച്ച് എന്ന് പറയുമ്പോൾ ഒരേ സ്ഥലത്തിൽ വസിക്കാൻ കഴിയും, मतलब एक जगह में ऐसा रह सकते हैं, ഒരേ സ്ഥലത്തിൽ ആരാധിക്കാൻ കഴിയും, एक जगह में आराधना कर सकते हैं, ഒരേ രീതിയിൽ നടക്കാൻ കഴിയും, एक ही साथ जो है चल सकते हैं, ആമേൻ. ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. जो है कार्य को कर सकते हैं, പക്ഷേ ഒരേ രീതിയിലുള്ള ചിന്തയും സ്നേഹവും ഐക്യവും ചിലപ്പോൾ കിട്ടിയെന്ന് പറയാം. परंतु एक ही रीति का जो है प्रेम और एकता कभी कभार मिलना जरूरी नहीं है। നമ്മളതിന് പറയാറുണ്ട്, हम उनके लिए बोलते हैं ആമേൻ. എല്ലാവരും വിവിധ സ്വഭാവക്കാരാകയാൽ അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. सभी जो अलग अलग जो है स्वभाव के, इसलिए वो उसे एक साथ लेके जाना मुश्किल है। എന്നാൽ ഒരുമിച്ച് ഒരേ ചിന്തയിലും ഒരേ സ്നേഹത്തിലും ഐക്യതയിലും മുന്നേറുവാണ് ദൈവവചനം പറയുന്നത്. लेकिन परमेश्वर का वचन कहता है कि एक ही स्नेह में और एक ही रीति से जो है आगे बढ़ना है। ഇവിടെ പറയുന്ന ആമേൻ ആ ഒത്തൊരുമിച്ച് എന്നുള്ളത് यहाँ पे जो बोला हुआ एक
बात है, അവൻ ഒരുമിച്ച് താമസിക്കുന്ന കാര്യമല്ല. वो एक साथ रहने की बात नहीं है। ആമേൻ. അവർ ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ടില്ല. वो जो है एक ही साथ सोचने का जो है बात है, കാരണം അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ ആയിരിക്കണമെന്ന്. क्योंकि उनका जिंदगी का जो है हर एक चीज एक ही समान होना चाहिए। ഇത് ദൈവ മക്കളെ കുറിച്ച് പറയുന്ന കാര്യമാണ്, ये परमेश्वर के बच्चों के बारे में बोला हुआ बात है, ജാതികളെ കുറിച്ചല്ല, അതല്ല. जातियों के बारे में नहीं है। അപ്പൊ ദൈവ മക്കളെ കുറിച്ച് പറയുമ്പോൾ परमेश्वर के बच्चों के बारे में बोलने के साथ ഒരപ്പന്റെ മക്കളാകയാൽ एक बाप के बच्चे है बोल, അവൻ പൗലോസിന്റെ ഭാഷയിൽ ഒരപ്പത്തിന്റെ അംശികളാകയാൽ पौलुस के विषय में, पौलुस के शब्द में बोलेंगे तो कि एक रोटी के भागी होने के, ആമേൻ. നമ്മൾ ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാകയാൽ हम एक ही शरीर के भाग है, इसीलिए അപ്പോ നമ്മുടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ ശരീരത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. तो हम एक साथ रहेंगे तो ही वो शरीर जो है आगे बढ़ सकता ആ है। ശരീരം ഒന്നായിരിക്കണമെങ്കിൽ, अगर शरीर एक साथ रहना है ആ तो, ശരീരം ശുഭവുമായിരിക്കണമെങ്കിൽ, अगर वो सुख और शुभ से रहना है तो, അല്ലെങ്കിൽ ആ ശരീരം മനോഹരമായിരിക്കണമെങ്കിൽ अगर वो शरीर जो है अच्छे से रहना है तो എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചേ മതിയാവും. सभी जो अंग एक जैसा काम करना चाहिए। അത് പൗലോസ് പറയുന്നുണ്ട്. वो पौलुस कहता है, ആമേൻ. ഞാൻ കാലല്ലായകയാൽ ആമേൻ എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല. ये जो है मैं नहीं कर सकता हूँ करके बोल के मैं अलग नहीं रह सकता हूँ, കാലിനും കൈക്കും വിവിധമാകുന്ന ക്രിയകളാണ് കൊടുത്തിട്ടുള്ളത്. क्योंकि हाथ और पैर दोनों को जो एक एक काम दिया है। അപ്പോ കൈയുടെ വേല പ്രൈസലോടെ കാലിന് ചെയ്യാൻ കഴിയത്തില്ല, पैर का काम हाथ नहीं कर सकता है കാലിന്റെ വേല കൈക്കും ചെയ്യാൻ കഴിയത്തില്ല. और हाथ का काम पैर नहीं कर सकता। എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് നേരെ മറിച്ച്, परंतु आज हम जो देखते हैं पूरा उल्टा है। മറ്റൊരു വ്യക്തിയെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിൽ നമുക്ക് കൈ കടത്താൻ പറ്റത്തില്ല. जो दूसरे जन को दिया है वो हम नहीं हाथ लगा सकते। ഓരോ വ്യക്തിക്കും ദൈവം വിവിധമാകുന്ന കൃപകളാണ് പകർന്നിട്ടുള്ളത്. हर एक जन को परमेश्वर उनके अनुसार जो है वो अनुग्रह दिया है। മറ്റൊരു വ്യക്തിയെ നമുക്ക് അനുകരിക്കാൻ കഴിയത്തില്ല, दूसरे व्यक्ति को हम अनुग्रह नहीं कर सकते, മറ്റൊരു വ്യക്തിയെ പോലെ നമുക്ക് ആയിത്തീരാൻ കഴിയത്തില്ല. दूसरे व्यक्ति की तरह नहीं हो सकते। നമുക്ക് നാമായി മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. हम खुद के समान ही रह सकते हैं। നാമായി നിൽക്കുമ്പോൾ മാത്രമാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. हम जब खुद के समान जो है खुद के समान रहेंगे तो हम जी पाएंगे। എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ मुझे जो मिला है उसमें विश्वस्त रहने के समय ദൈവം എന്നിൽ പ്രസാദിക്കുകയും परमेश्वर प्रसन्न होते, എന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയും मेरे द्वारा परमेश्वर काम प्रकट होता है। ദൈവം എന്നെ ഏൽപ്പിക്കാത്തതിൽ ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ परमेश्वर जो मुझे नहीं दिया है वो भी अगर मैं करने की करता हूँ അവിടെ പരാജയം അടയുവാൻ കഴിയും. वहाँ पे हार ही होगा। ആമേ. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറഞ്ഞാൽ, भाइया एक साथ आना मतलब, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. एक पौलुस कहता है 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം पहला कुरिन्थियों അതിന്റെ 1-ാം അധ്യായം उसका पहला अध्याय അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ उसका 10वां आयत पढ़ने के അവിടെ समय അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस ऐसा कहता है कुरिन्थियों कलीसिया को, ആമേൻ. ആ സഭയോട് ആമേൻ പൗലോസ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. वो जो कलीसिया को जो एकदम व्यक्ति से बताते हैं, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. भाइयों आप सब एक ही बात को बोलो। നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലുമായിരിക്കണം. भाई बोला है कि तुम जो है तुम्हारे बीच में कोई फूट ऐसा कुछ नहीं हो, परंतु एक मन और एक ही मत में होकर मिले रहो। ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിക്കുന്നു. यहाँ वो बोलते हैं कि ये मैं यीशु मसीह को जो हमारा प्रभु है उसके नाम से द्वारा विनती करता हूँ। എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ആ സഭയിൽ പ്രബോധിപ്പിക്കാനുള്ള കാരണം? ऐसे पौलुस जो इस कलीसिया में बोलने को जरूरत, നമുക്കറിയാം, ആരംഭം വലിയ വീരശൂരനായിരുന്ന ഒരു സഭയായിരുന്നു. क्योंकि हम देखते हैं शुरुआत में एकदम जो है वीर शूर करके वो सभा शुरू हुआ। ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വന്നപ്പോൾ ഭയങ്കര പ്രവർത്തനമായിരുന്നു. वो उद्धार पाके जो है बपतिस्मा लेके आने के समय बहुत काम था। അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. वो तभी पवित्र आत्मा के नियंत्रण में था। എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ परंतु समय जाते जाते ചില അധികാരങ്ങളും ചില പവറുകളൊക്കെ ലഭിച്ചപ്പോൾ कुछ अधिकार और पावर मिलने के बाद ആമേ സ്വർഗീയ അധികാരത്തെ അവർ മറുതലിച്ചു. स्वर्गीय अधिकार जो है उसको छोड़ दिए। ലോകത്തിന്റെ ചില അധികാരങ്ങൾ അവരുടെ മനസ്സിൽ കയറി പറ്റിയപ്പോൾ दुनिया का कुछ अधिकार उनके मन में आने के बाद സ്വർഗീയമായ ദൈവത്തിന്റെ ആ ശക്തിയെ അവർ മാറ്റിക്കളഞ്ഞു. जो स्वर्गीय जो शक्ति है उसको हटा दिए। കാരണം ആരംഭത്തിൽ പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാതെ കർത്താവിന്റെ വരവിനെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ഒരു സഭ. क्योंकि शुरुआत में कहते हैं कि जो है कोई भी अनुग्रह नहीं था, लेकिन जिस सिर्फ यीशु मसीह के उस
आगमन को जो है देख के इंतजार में थे। ഇന്ന് പറഞ്ഞത് എന്തെന്നറിയാമോ? कभी पता है क्या बोले? അവർക്കുള്ളതെല്ലാം പൊതുവകയെന്നെണ്ണി. उनके लिए जो कुछ भी है वो सबके लिए है करके गिना गया। ആദ്യകാലങ്ങളിൽ കിട്ടിയതെല്ലാം പൊതുവകയെന്നെണ്ണി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു. शुरुआत के समय जो कुछ भी मिलता था वो सबके लिए है करके बोल के बांट के दे रहे थे। ഇപ്പൊ സമയം അല്പം മുന്നേറാൻ തുടങ്ങിയപ്പോൾ अभी समय थोड़ा आगे आने के समय മറ്റുള്ളവരതെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുക. दूसरों का भी अपना करना है करके लगे। മറ്റുള്ളവരതെല്ലാം ഇനി എന്റേതായി തീരണം. अभी दूसरों का भी मेरा है करके बोलने लगे। ഇതല്ലേ പെന്തക്കോസ്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. पेंटेकोस्ट के बीच में भी यही चल रहा है ना। ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ആമേൻ ഒത്തിരി ചിന്തിക്കാനിടയായി. मैं पिछले दिनों में इसके बारे में सोच रहा था। ആമേൻ ഇന്ന് ആമേൻ പ്രൈസലോട് ഈ പെന്തക്കോസ്ത് എന്നുള്ള മാറിയിട്ട് ഇന്ന് പൊളിറ്റിക്കലായി മാറി. आज पेंटेकोस्ट का वो जो हट के अभी पॉलिटिकल ऐसा हो गया। ആമേൻ ഭാരതത്തിലുള്ള സഭ ഇന്ത്യൻ ഭാരതത്തിലുള്ള സഭയുടെ അവസ്ഥ ഞാൻ പറയുന്നു. भारत का सभा के बारे में ऐसे बोल रहा हूँ। ആമേൻ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. पेंटेकोस्ट बोलने के समय अभिमान का एक समय था। അന്ന് അവർക്ക് ആമേൻ പണമോ പദവിയോ ഒന്നും വേണ്ടായിരുന്നു. उनको जो है कुछ पैसा या कुछ नहीं चाहिए था। കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറയാനിടയായി. उसमें एक व्यक्ति ने ऐसा कहा, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സമയങ്ങളിലെല്ലാം ഇങ്ങനെയായിരുന്നു. पहले समय में हमारे समय में सब ऐसा था। ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഭയങ്കര സ്നേഹത്തിലും ഐക്യതയിലും മുന്നേറിയ സമയം ഉണ്ടായിരുന്നു. भाइया सब जो है एकदम प्रेम और जो एकता में थे। അന്ന് പൈസ വിഷയമല്ലായിരുന്നു. कभी पैसा एक मुश्किल नहीं था। എത്ര പട്ടിണിയായാലും സന്തോഷകരമായി ഒരുമിച്ച് കഴിഞ്ഞ സമയം ഉണ്ടായിരുന്നു. कितना भी जो है गरीबी हो लेकिन फिर भी खुशी से जाते थे। അന്ന് ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു. तभी हमको आपस में प्रेम था। സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നു. भाई के बीच में प्रेम था। എന്നാൽ ഇന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടു. लेकिन आज वो प्रेम नष्ट हो गया। ഇന്ന് പണത്തിന്റെ പിന്നാലെ ഓട്ടമായി തീർന്നു. पैसे के पीछे सब भागने लगे। ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇന്ന് ഇല്ലാതായിരിക്കുന്ന एक समय जो था अभी वो नहीं है वैसा अवस्था। പൗലോസ് ഇവിടെ പറയുന്നത്, पौलुस वह कहता है, നിങ്ങൾ ആമേൻ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. तुम सब जो एक ही समान बात करो। എന്താ ആ ഒന്ന്? क्या है वो एक? ആമേൻ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള മാത്രം സംസാരിക്കും. परमेश्वर के आगमन के बारे में ही बात करना। ദൈവ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കും. परमेश्वर के प्रेम के बारे में बात करना। ആമേൻ തമ്മിൽ നിങ്ങൾ ഭിന്നത ഭാവിക്കരുതെന്ന്. जो है तुम्हारे बीच में कुछ भिन्न भिन्न ना हो। ആമേൻ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിക്കണമെന്ന്. एक ही मन और एक ही अभिप्राय के साथ हो। ഇന്ന് കഴിയുന്നുണ്ടോ? लेकिन क्या आज होता है? ആമേൻ ഇന്ന് മുൻപ് നിന്ന് ഒന്ന് പറയും, आज आगे रुक के एक बोलेंगे, പിന്നിൽ കൂടെ വേറൊന്ന് പറയും. पीछे से कुछ और बोलेंगे। പ്രവർത്തനം ഒന്ന്, काम एक, പറച്ചിലൊന്ന്. बोलना एक। ആമേൻ കാരണം എന്തെന്നറിയാമോ? कारण क्या है? ഇവിടത്തെ ചില അധികാരങ്ങൾ തലയിൽ കയറി പിടിച്ചതുകൊണ്ട്. यहाँ के कुछ अधिकार जो है सर में पकड़ के। പ്രിയമുള്ളവരെ, ഇവിടെയുള്ളതെല്ലാം നമ്മളിവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. ये लोग को जो कुछ भी यहाँ पे वो यहीं पे हमें छोड़ देना है। ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ചിലത പൗലോസ് വിളിച്ചു പറയുന്നു. हमारे जीवन में हमें कुछ लेके जाने का पौलुस कह रहा है। ചിലതെല്ലാം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചത് कुछ बातें हम जो छोड़ दिया അത് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. वो वापस हमारे जीवन में नहीं आना चाहिए। കാരണം പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നാ പറയുന്നത്. कि पहले की बातों को छोड़ देना करके बोला। ആമേൻ പഴയത് കഴിഞ്ഞിട്ട് പുതിയതായി മാറണം. पहले का छोड़ के नया होना है करके അപ്പൊ ഇവിടെ बोला। പൗലോസ് പറയുന്നത് നിങ്ങൾ ഏക അഭിപ്രായമുള്ളവരായി തീരണം. पौलुस कहता है कि तुम्हें एक ही अभिप्राय जो होना चाहिए। നിങ്ങളുടെ ഇടയിൽ ഭിന്നത പാടില്ല. तुम्हारे बीच में कोई जो है अलग अलग बात नहीं होना चाहिए। നിങ്ങളുടെ ഇടയില് ആമേൻ ഭിന്നത പ്രീസലോട് പാടില്ല. तुम्हारे बीच में कोई फूट नहीं होना चाहिए। ആമേൻ ഇന്ന് ആമേൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഭിന്നതയാണ്. आज सबसे ज्यादा जो देखने मिलता है वो फूट है। കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റവർക്കും കിട്ടരുത്. कि मुझे जो मिला वो दूसरों को भी नहीं मिलना चाहिए। എന്നെ കൊണ്ട് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല. मुझे जो मैं नहीं कर पाया वो दूसरे नहीं करना चाहिए। സുവിശേഷ വേലയ്ക്ക് അകത്തുള്ള കാര്യമാണ്. ये सुसमाचार प्रचार के अंदर की बात है। എന്നെ കൊണ്ട് കഴിയാത്തത് വേറൊരാൾ ചെയ്യാൻ പാടില്ല. मैं नहीं कर पाया दूसरे नहीं करना അത് चाहिए। ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. वो करेंगे तो मुझे जो अच्छा नहीं लगेगा। എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെയ്യുന്നതും ഇഷ്ടമല്ല, मतलब दूसरे लोग करते भी मुझे पसंद नहीं है, എന്നാൽ സ്വയം ചെയ്യത്തുമില്ല. लेकिन मैं करेगा भी नहीं। അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? प्रेरित पौलुस क्या कहता है? എബ്രായർക്ക് എഴുതിയ ലേഖനം इब्रानी किताब 13-ാം അധ്യായം उसका 13 अध्याय 1-ാം വാക്യത്തിൽ വരുമ്പോൾ उसका पहला आयत में जाने के അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, प्रेरित पौलुस कहता है സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന്. जो है भाइयों का प्रेम रहे, ആമേൻ സഹോദര പ്രീതി നിലനിൽക്കണം. भाईचारे की प्रीति बनी रहे। ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സഹോദര പ്രീതിയാണ്. हमारे जीवन में सबसे जरूरी यही है भाईचारे की प्रीति। ആമേൻ ദൈവവചനം പറയുന്നു ഏത് സഹോദരന്മാരാ? परमेश्वर का वचन कहता है कौन सा जो है भाई? 50-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, जो 50 में ऐसा कहता है, ആമേൻ നിന്റെ ആമേൻ സഹോദരനെയും तुम्हारे भाइयों को भी, നിന്റെ അമ്മയുടെ ആമേൻ പ്രൈസ് ദി ലോർഡ്, അതായത് നിന്റെ സ്വന്തം സഹോദരന് നിന്റെ വിശ്വാസത്തിലുള്ള സഹോദരൻ, तुम्हारा खुद का भाई और विश्वास में जो भाई है, ആമേൻ ഏത് രീതിയിലുള്ള
ആദരിക്കണം. आदर करना, ആമേൻ. അവരെ അംഗീകരിക്കണമെന്ന്. उनको अंगीकार करना। ഇന്ന് പലപ്പോഴും അതാ കഴിയാതെ പോകുന്നത്. वही कभी का नहीं होता है। മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, दूसरों को अंगीकार करने नहीं होता है। മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. दूसरों को जो है जो इज्जत देने नहीं होता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, इसलिए परमेश्वर का वचन कहता है, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ സഹോദര ആമേൻ സ്നേഹം അല്ലെങ്കിൽ സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. हमारे जीवन में वो भाईचारा प्रीति होना जरूरी है। ആമേൻ. അത് എങ്ങനെയാ ഉണ്ടായിരിക്കേണ്ടത്? वो कैसा होना चाहिए? അപ്പോസ്തലനായ പൗലോസ് വീണ്ടും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. पौलुस और एक बार ऐसा कहता है। ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, फिलिप्पी किताब में हम दूसरे अध्याय में जाने के समय ആമേൻ, അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, उसका दूसरा अध्याय ऐसा कहता चाहता है, ആമേൻ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, तो तुम एक मन होकर ഏക ആമേൻ സ്നേഹം പൂണ്ട്, एक ही प्रेम, ഐക്യമത്യപ്പെട്ട് एक ही चित्त, ഏക ഭാവമുള്ളവരായി एक ही मानस, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ऐसे रखने से मेरा आनंद पूरा करो। ആമേൻ. ഏക മനസ്സുള്ളവരായി തീരണം, एक मन होना है, ഏക സ്നേഹമായിരിക്കണം. एक ही प्रेम होना है। ഏത് സ്നേഹമാ? कैसा प्रेम? കർത്താവിന്റെ സ്നേഹം. परमेश्वर का प्रेम। ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കണം. परमेश्वर ने हमें दिया हुआ उस प्रेम में हमें रहना है। ആ സ്നേഹത്തിൽ നിലനിൽക്കാത്തിടത്തോളം കാലം जब तक तुम उस प्रेम में नहीं रहते हो, നമ്മൾ ക്രിസ്തുവിനുള്ളവരെന്ന് പറയാൻ കഴിയത്തില്ല. तो मसीह के करके बोल नहीं सकते हो, കാരണം ക്രിസ്തുവിന്റെ സ്നേഹമില്ലാത്തവർ ക്രിസ്തുവിനുള്ളവരല്ല. क्योंकि जो मसीह का नहीं है वो मसीह में नहीं है। ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? मसीह का प्रेम रहेगा तो क्या होगा? ആമെ ക്ഷമിക്കാൻ കഴിയും, माफ कर पाएंगे, സ്നേഹിക്കാൻ കഴിയും, प्रेम कर पाएंगे, മറ്റുള്ളവരെ ആമെ സഹായിക്കാൻ കഴിയും, दूसरों को सहायता कर पाएंगे, മറ്റുള്ളവരുടെ അവസ്ഥയിൽ ആമേൻ നമുക്ക് സഹതപിക്കാൻ കഴിയും, दूसरों के जो अवस्था में हमें भी जो स्वभाव होना मिलेगा। മറ്റുള്ളവർക്ക് വിരോധമായി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. दूसरों के विरोध हम नहीं काम कर पाएंगे, ആമേൻ. കാരണം പലപ്പോഴും സംഭവിക്കുന്നതാ. क्योंकि कई बार होता ये है, ഈ പ്രീശനോട് ഞാൻ പറഞ്ഞ പെന്തക്കോസ് ഒരു പൊളിറ്റിക്കലായി തീരണം. जैसे मैंने कहा कि पेंटेकोस एक पॉलिटिकल होते जा रहा है, ആമേൻ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആമേ രാഷ്ട്രീയത്തിൽ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്ന അതെല്ലാം ഇങ്ങ് അകത്ത് കയറി കഴിയും. क्योंकि उसका बोलने का मतलब ये है कि दुनिया में जो कुछ भी हो रहा है वो अंदर आ रहा है। ആമേൻ. ഒരിക്കലും ഒരു ദൈവദാസൻ കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. एक बार एक प्रभु के दास रोकर मुझे एक बात बताए, ആമേൻ. പ്രൈസലോട്. അദ്ദേഹത്തെ ഇപ്പൊ കുറെ മാസങ്ങളായി കാണാനില്ല. उनको जो बहुत महीने से हम नहीं देख पा रहे, കാരണം അദ്ദേഹം ആമേൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, जो मुझसे वो कैसे बोले, പക്ഷെ ഞാൻ സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനായിരുന്നു. मैं स्वतंत्रता से काम करने वाले प्रभु का दास था। ഞാൻ വലിയ സംഘടനയൊന്നും ഭാഗമല്ലായിരുന്നു. मैं कोई संगठन के जो है भागी नहीं था। ദൈവം അയക്കുന്നിടത്ത് പോയി സുവിശേഷം പ്രവർത്തിക്കുകയും ആ ദൈവം അയക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. जब परमेश्वर भेज रहे हैं वो काम करके और सुसमाचार का सेवकाई करने, അനേക സ്ഥലങ്ങളിൽ പോയി ദൈവവചനം ആമേ പറയുവാനും ദൈവമക്കളെ കൂട്ടിച്ചേർക്കുവാനും സഭയെല്ലാം രൂപീകരിക്കാനെല്ലാം ദൈവം സഹായിച്ചു. अनेक जगहों में जाने मिला और परमेश्वर का जो है काम करने मिला और जो कलीसिया को एक करने मिला। ദൈവം അദ്ദേഹത്തിന് ചില താലന്തുകൾ കൊടുത്തിട്ടുണ്ടായി. परमेश्वर ने उनको कुछ तालन दिया था, അദ്ദേഹം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. उन्होंने उसको उपयोग करते रहे। ഇപ്പോൾ ഒരു വലിയ സംഘടനയുടെ ഒരു വ്യക്തി പറഞ്ഞു, कई बड़े संगठन का एक व्यक्ति ने कहा, ഇങ്ങനെ നടന്നാൽ ശരിയാകത്തില്ല, ऐसा चलेगा तो नहीं होगा, ഏതെങ്കിലും ഒരു സംഘടനയിൽ കൂടെ നിന്ന് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. तुम कोई संगठन के साथ रहोगे तो ही हो അത് सकता है। നല്ല ലീഗലായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഘടനയോട് ചേർന്നാൽ നല്ലതായിരിക്കും. प्रसिद्ध और एकदम लीगल जो है ऐसा संगठन के साथ चलेगा तो अच्छा रहेगा। അദ്ദേഹം വിചാരിച്ചു, ശരിയാ, 2-3 കുഞ്ഞുങ്ങളും ഉണ്ട്, എങ്ങനെയാ ഇനി മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ആമേൻ അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു. तो उन्होंने सोचा हाँ अभी ऐसे कैसे रह सकते, चलो हम कोई संगठन के साथ रहते हैं। ആമേൻ. അദ്ദേഹത്തിന് ഒരു സഭയൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു. उनको एक कलीसिया सब तैयार करके दी, അതൊരു വലിയ സിറ്റിയിലായിരുന്നു. बहुत बड़ा एक शहर में था। അദ്ദേഹം വലിയ സന്തോഷത്തോടെ സഭാ ചാർജ് ഒക്കെ എടുത്തു. वे बहुत खुशी से वो जो है सभा में ले ली, ആമേൻ. അവിടെ ആരാധന ആരംഭിച്ചു. वहाँ पे आराधना शुरू ചില हुआ। ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന് ചില അസ്വസ്ഥതകൾ നേരിട്ടു. कुछ दिन होने के बाद जो ये परमेश्वर के दास को कुछ जो है मुश्किल हुआ। അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഈ ദൈവദാസൻ അവിടെ ഒരു പാസ്റ്റർ ആയിരിക്കുമ്പോൾ ये था कि वो प्रभु के दास वहाँ पे एक पासवान रहने के समय ആ പാസ്റ്ററിന് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നു. वहाँ पे वे जो स्वतंत्रता से अपना काम नहीं कर पा रहे थे। പാട്ടിന്റെ സമയത്ത് ദൈവദാസൻ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് കുറ്റമാണ്. अगर गीत गाने के समय अगर थोड़ा बैठ गए तो वो तकलीफ, ആ ദൈവദാസൻ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രസംഗിക്കുന്നത് ആ കുറ്റമാണ്. अगर वो जो भाषण देते हैं वो गलत था। ആ ദൈവദാസന് എത്ര സമയം പ്രസംഗിക്കണമെന്ന് വിശ്വാസികൾ എഴുതി കൊടുത്തു. कितना समय भाषण देना है करके वो उसके विश्वासी जो है वो लिख के ആ देते, ദൈവദാസൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിശ്വാസികൾ എഴുതി കൊടുക്കും. वो प्रभु के दास क्या क्या करना है करके विश्वासी ആ लिखते, സഭയിൽ ഏത് ദൈവദാസൻ വരണമെന്ന് അവിടുത്തെ വിശ്വാസികൾ തീരുമാനിക്കും.
उस कलीसिया में कौन आना चाहिए करके उसके विश्वासी जो है बताएंगे। ഏതെങ്കിലും ഒരു ഗസ്റ്റ് പാസ്റ്റർ വരണമെങ്കിൽ അത് പാസ്റ്റർ അറിയത്തില്ല, ആ വിശ്വാസികൾ തീരുമാനം. वो गेस्ट पास्टर आएंगे तो पास्टर को नहीं पता, लेकिन वो विश्वासी को पता होता है। ആമേൻ. ആ ദൈവദാസൻ വളരെ വിഷമിക്കാൻ തുടങ്ങി. प्रभु के दास बहुत दुख होने लगे। ആമേൻ. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो परमेश्वर से जो है प्रार्थना करने लगे। ഒരു ദിവസം എന്നോട് ഈ വിഷയങ്ങൾ പറഞ്ഞു. एक बार मुझसे ही बातें ഞാൻ बताई। പറഞ്ഞു, ദൈവദാസനെ പ്രാർത്ഥിക്കും. मैंने कहा परमेश्वर के दास प्रार्थना ആമേൻ. कीजिए। ദൈവത്തിന്റെ ഹിതമല്ലാത്തതൊന്നും സംഭവിക്കരുത്. जब परमेश्वर की इच्छा नहीं, ऐसा कुछ नहीं होना चाहिए। ആമേൻ. ആ സഭയെ ദൈവം നിയന്ത്രിക്കുവാൻ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. कलीसिया को जो है परमेश्वर की इच्छा होने के लिए हम परमेश्वर के हाथों में समर्पण करके प्रार्थना करते हैं। അദ്ദേഹം പറഞ്ഞു, അവിടെ പ്രാർത്ഥിച്ച് അനേക കാര്യങ്ങൾ ദൈവം അവിടെ ചെയ്തു. उन्होंने बोला कि जो है प्रार्थना करके बहुत सारे कार्य वहाँ पे, ഭവനമില്ലാതിരുന്ന ചിലർക്ക് അവിടെ ഭവനം ലഭിച്ചു. वहाँ पे घर नहीं, बहुत लोगों को घर मिला। പക്ഷെ ആ ഭവനത്തിന്റെ ഉദ്ഘാടനത്തിന് ഈ ദൈവദാസനെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. लेकिन जो है वहाँ पे उनको प्रार्थना करने के लिए भी अवसर नहीं दिया। അവിടെ ഒത്തിരി കാര്യങ്ങൾ സഭയിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഒന്നിലും ഇദ്ദേഹത്തെ ആമേൻ ഉൾക്കൊള്ളിക്കാതെ മാറ്റി നിർത്തുന്ന അവസ്ഥ. बहुत सारी जो बातों में भी उनको जो है नहीं लेके आते वैसा अवस्था। ഞാൻ ചോദിക്കട്ടെ, അത് പരിശുദ്ധാത്മാവിൽ നടത്തുന്നതാണോ മനുഷ്യരാൽ നടത്തുന്നതാണോ? तो मैं पूछता हूँ कि वो जो है मनुष्य चला रहा है कि जो है पवित्र आत्मा चला? ആമേൻ. അവിടെ ആ സഭയുടേതായ ആമേൻ നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭ വിശ്വാസികൾ വിളിച്ചിട്ടാ വരുന്നത്. तो कलीसिया में कुछ अगर होता है तो कलीसिया के विश्वासी जो है बुलाते, वो नेता उन लोग के द्वारा होता है। ആ കാര്യം വന്നപ്പോൾ ഞാൻ തോമസം പാസ്റ്റർ ഓർത്തു. तब मैं थॉमसन पास्टर को सोचने लगा, കാരണം ഞാൻ തോമസം പാസ്റ്റർ പറയാറുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. क्योंकि मैं थॉमसन पास्टर को बोलता हूँ कि मैं जगह में जो है कार्य कर रहा हूँ वहाँ पे आके विजिटिंग करने की। പാസ്റ്റർ പറയും, അവിടെയുള്ള ദൈവദാസൻ ക്ഷണിക്കാതെ വിശ്വാസികൾ ക്ഷണിച്ചാൽ ഞാൻ വരത്തില്ല. तो वहाँ पे पास्टर कहते हैं कि वहाँ के प्रभु के दास जो है बुलाए बिना मैं नहीं जा सकता। ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ एक कलीसिया में प्रभु के दास है ആ तो ദൈവദാസനാണ് ആമെ ക്ഷണിക്കേണ്ടത്. वो प्रभु का दास है जो उनको जो है बुलाना ആ चाहिए। ദൈവദാസനാണ് അതിന്റെ ചുമതലയുള്ളത്. उनके पास वो जिम्मेदारी होती है। ഇപ്പോൾ ആ ദൈവദാസനെ അറിയാതെ സഭാ വിശ്വാസികളുടെ പ്രവർത്തനം അത് ശരിയല്ല. तो अगर उनको बताए बिना वो कलीसिया में जो काम हो रहा है वो सही नहीं है। ആ സഭ നടത്തുവാൻ ഒരു ദൈവദാസനെ ആക്കിയിരിക്കുമ്പോൾ वो कलीसिया चलाने के लिए प्रभु के दास को दिया गया है। ആ സഭയുടെ കാര്യങ്ങളെല്ലാം നടത്തേണ്ടത് ആ ദൈവദാസൻ. कलीसिया काम सब करना प्रभु के दास का काम है। ദൈവദാസനെ അവിടെ ആക്കി വെക്കുമ്പോൾ प्रभु के दास को वहाँ पे रखा है तो ആ ദൈവദാസൻ അറിയാതെ എല്ലാ സഭയുടെ കാര്യങ്ങൾ നടക്കേണ്ടത്. वो प्रभु का दास को बताए बिना कुछ काम नहीं होना चाहिए। അങ്ങനെയെങ്കിൽ പിന്നെ ആ ദൈവദാസനെ അവിടെ എന്താ ऐसा പ്രയോജനം? है तो फिर प्रभु का दास को वहाँ पे क्यों रखा होगा? ഞാൻ പറയുന്നത് ആമേൻ എല്ലാം ഒരു ആമേൻ അതിന്റേതായ രീതിയിൽ അത് മുന്നോട്ട് പോകേണ്ടത്. मैं बोल रहा हूँ कि वही सभी बातें जो है उसको जैसा होना चाहिए वैसा एक क्रम है। അപ്പൊ ദൈവവചനത്തിൽ എല്ലാത്തിനും ഒരു ക്രമം കൊടുത്തിട്ടുണ്ട്. तो प्रभु का प्रभु का जो है सब कुछ के लिए एक क्रम दिया गया। ദൈവവചനം കൊടുത്തിട്ടുണ്ട്, ദൈവവചനം പറഞ്ഞിട്ടുള്ളത് പോലെ അനുസരിച്ചാണ് സഭ നടത്തേണ്ടത്. अगर परमेश्वर को से बोला है वैसा हमें मानना चाहिए। അല്ലാതെ നടത്തുന്ന സഭയെന്ന് പറയാൻ പറ്റത്തില്ല, അതെല്ലാം കമ്മിറ്റിയാ. वैसा चलता है करके अगर कुछ है तो वो कमेटी है। ഞാൻ ആമേ സഭ നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാനിടയായി. मैं एक बार जो चलाने से परमेश्वर की आत्मा ने ऐसे बात किया। ആരംഭത്തിലെ സഭയിലെ ആമേ ചില വിഷയങ്ങളൊക്കെ വന്നു. कुछ बातें शुरुआत में आए, ഞാൻ വല്ലാണ്ട് ആമേൻ വ്യാകുലപ്പെട്ടു. मैं ऐसा व्याकुल हुआ। ദൈവാത്മാവ് ഒരു ദിവസം ശക്തമായി എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, एक बार परमेश्वर की आत्मा की शक्ति पूरे मुझसे कहा, ഇവിടെയുള്ളത് നീ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കും. यहाँ पे जो है तुम पवित्र आत्मा को ഇതിന്റെ നിയന്ത്രണം അങ്ങ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കാം. तुम पवित्र आत्मा को दीजिए। ഞാൻ സഭയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു. पवित्र आत्मा को मैंने दिया। ഞാൻ ഒരു സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं एक साइड से प्रार्थना करने, കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്ക് ഇത് നടത്തുവാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവ് തന്നെ നടത്തണം. मैंने परमेश्वर से कहा परमेश्वर मैं ये नहीं कर पाता, पवित्र आत्मा ये चलाए। എന്ത് സംഭവിച്ചെന്നറിയാമോ? क्या हुआ पता है? ആമേ ചിലത് എല്ലാം ആമേ ദൈവം തൂക്കിയെടുത്ത് വെളിയിലാണ്. कुछ जो है बातें परमेश्वर ने उठा के बाहर ചില പുതിയതിനെ കൊണ്ടുവന്നു. कुछ नए चीजों को लेके അപ്പൊ പഴയത് ആമേ അവിടെ നിന്ന് മാറിയപ്പോൾ ചില പുതിയതായിട്ട് ചിലത് വരാൻ തുടങ്ങി. तो जब कुछ पहले के चले गए तो कुछ नए आ गए। ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. परमेश्वर की आत्मा जो नियंत्रण, ആരാധനയുടെ ക്രമം ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. आराधना क्रम जो परमेश्वर की आत्मा नियंत्रण करने लगे। ദൈവജനം അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. परमेश्वर के जन जो अनुग्रह प्राप्त करने, ജന കൃപകൾ പ്രാപിക്കാൻ തുടങ്ങി. जो है लोग अनुग्रह प्राप्त ആമേ കൃപാവരങ്ങൾ പ്രാപിക്കാൻ തുടങ്ങി. कृपा का जो है वर प्राप्त करने സഭ അനുഗ്രഹമായി മുന്നേറാൻ തുടങ്ങി. और कलीसिया अनुग्रह बढ़ने लगा। അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന സഭ पवित्र आत्मा के नियंत्रण जाने वाला जो कलीसिया, ആമേൻ ആ സഭ അനുഗ്രഹിക്കപ്പെടും. वो कलीसिया आगे बढ़ेगा। ആ സഭയ്ക്ക് മാത്രമേ അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. कलीसिया को ही अनुग्रह मिल सकता है। അങ്ങനെയെങ്കിൽ നിയന്ത്രണം ആമേ ദൈവത്തെ ഏൽപ്പിച്ച്
ऐसा है तो नियंत्रण परमेश्वर को देकर ആമേൻ അവിടെ ആക്കിയിരിക്കുന്ന ദൈവദാസനെ അധീനപ്പെട്ടിരിക്കുമ്പോൾ वहाँ पे दिया हुआ प्रभु के दास के अधीन में रहने के समय ആമേൻ ആ ദൈവദാസന്റെ കീഴിൽ ആ സഭ ആയിരിക്കുമ്പോൾ ആ സഭ അനുഗ്രഹിക്കപ്പെടും. वो परमेश्वर के दास के अधीन में वो जो कलीसिया रहने के समय वो वहाँ पे അവിടെയാണ് ഐക്യമത്യമുള്ളത്. वहाँ पे वो एकता मिलता है. അവിടെയാണ് പ്രൈസലോട് ഒരു മനസ്സോടുകൂടെ മുന്നേറാൻ കഴിയുന്നത്. वहाँ पे हम देखते हैं एक मन से जो है आगे ഇത് ഒരുമിച്ച് പോകാൻ കഴിയാതെ വണ്ണം ये एक साथ नहीं जाते समय ചില ഭിന്നതകൾ കൊണ്ടിട്ട് जो है कुछ जो है फूट डाल സഭയെ തകർക്കുന്ന അവസ്ഥ. और कलीसिया को तोड़ने का अवस्था. ഇവിടെ ദൈവവചനം പറയുന്നത് ये परमेश्वर का जो एक वचन कहता है ഏക സ്നേഹം പൂണ്ട് एक प्रेम होकर ഐക്യമത്യപ്പെട്ട് जो एक साथ रहकर നിങ്ങൾ ഒരു മനസ്സോടെ മുന്നേറണമെന്ന്. एक मन होकर तुम जो आगे बढ़ना है. കാരണം कारण യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ यूहन्ना का सुसमाचार पढ़ते हैं. യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. वहाँ पे एक बात यीशु मसीह बोलते हैं. യോഹന്നാന്റെ സുവിശേഷം यूहन्ना का 17 अध्याയം 17 अध्याय അതിന്റെ 21 वाक्യം. उसका 21 हम पढ़ते हैं. അവിടെ യേശു ക്രിസ്തു ഇങ്ങനെ പിതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. वहाँ यीशु मसीह से पिता से कहते हैं നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ जैसे तू है पिता मुझ में है और जैसे तुमने मुझे भेजा है करके बताने के लिए ഇവർ എല്ലാവരും ഒന്നാകേണ്ടതിന് ये सभी लोग एक होने के लिए അപ്പൊ എല്ലാവരും ഒന്നാകേണ്ടതിനാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. मतलब सभी लोग एक होने के लिए पिता ने पुत्र को भेजा. ഭിന്നിച്ചിരിക്കുവാനല്ല, अलग अलग रहने के लिए नहीं, വേർപെട്ടിരിക്കുവാനല്ല, जो है अलग अलग रहने के नहीं, ഒരുമിക്കാൻ വേണ്ടി പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. परंतु एक ही साथ रहने के लिए पिता ने पुत्र को भेजा. എന്നാൽ ആ പുത്രനെ സ്വീകരിക്കാതെ लेकिन वो पुत्र को स्वीकार न करते हो, പിതാവിന്റെ ഹിതം നിറവേറ്റാതെ वो पिता का जो इच्छा पूरी नहीं करते हो, നമ്മൾ ഭിന്നിച്ചിരുന്നാൽ ദൈവം പ്രസാദിക്കുമോ? हम अलग से रहेंगे तो हम परमेश्वर प्रसन्न होंगे. ഇവിടെ ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. यहाँ पे लिखा है कि जैसे तू है पिता मुझ में है और मैं तुझ में हूँ वैसे ही वे भी हम में हो, इसलिए कि जगत प्रतीति करे कि तू ही ने मुझे भेजा. ആമേൻ. നോക്കിയേ, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ടതിന്. देखिए हम सब मसीह में एक होने के लिए നാം പറയാറുണ്ട് നാം ഒരു അപ്പന്റെ മക്കളാ, हम कहते हैं कि हम एक पिता के നമ്മൾ बच्चे ഒരേ हैं, സ്ഥലത്ത് പോകേണ്ടവരാ. हम एक ही जगह जाना है. എന്നാലും നടക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ जो काम हो रहा है क्या है देखने के साथ ആമേൻ ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ हम देखते हैं उत्पत्ति का पुस्तक उसका 45 में അവിടെ പ്രൈസലോട് ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. वहाँ पे यूसुफ एक बात कहता है. ആമേൻ 45 അധ്യായം वहाँ पे जो 45 ഉൽപ്പത്തി 45ന്റെ 24. उत्पत्ति 45 का 24 അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയച്ചു. वहाँ पे लिखा है कि वैसे उसने अपने भाइयों को विदा किया. അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു. उन्हें चरे दिए और उसने उनसे कहा कि मार्गों में कहीं झगड़ा न करें. നോക്കിയേ, ഇവർ ആമേൻ ഒരപ്പന്റെ 10 മക്കളാ. सोचिए वे लोग ये पिता के जो बच्चे हैं ഒരുമിച്ച് മിസ്രൈമിലെ ആമേൻ ആഹാരത്തിന് വന്നവരാ. एक साथ मिस्र में जो है भोजन के लिए आए थे. ആമേൻ ഇത് ജോസഫിന്റെ അടുക്കൽ വന്ന് ഭക്ഷണം കൈക്കൊള്ളുന്നു. वो यूसुफ के पास आके जो है भोजन लेने के समय പക്ഷെ യോസഫിന് അറിയാം ഇവരുടെ സ്വഭാവം എന്തെന്ന്. लेकिन यूसुफ को पता है उनका स्वभाव कैसा है. ഇവരുടെ സ്വഭാവം വഴി കിടന്ന് അടിയുണ്ടാക്കല. उनका स्वभाव है कि जो है रास्ते में झगड़ा करना. വീട്ടിൽ കിടന്നല്ല, വഴി കിടന്ന് അടിയുണ്ടാക്കും. रास्ते में नहीं, जो है घर में नहीं बल्कि रास्ते में झगड़ा करना. അപ്പൊ ഇതൊന്നും അറിയത്തില്ല. तो पिता को ये सब नहीं पता, വഴി കിടന്ന് അടിയുണ്ടാക്കുക. वो जो है रास्ते में झगड़ा करना. നമ്മളിപ്പോ യാത്രയിലാണ്, तो हम जब यात्रा में സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിൽ स्वर्गीय सियोन की यात्रा में है, വഴി കിടന്ന് അടിയുണ്ടാക്കാനല്ല ദൈവം വിളിച്ചത്. रास्ते में जो झगड़ा करने के नहीं है. ജോസഫ് കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആമേൻ ചിന്തയാ. यूसुफ देता है एक बहुत श्रेष्ठ एक बात है. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വഴി കിടന്ന് അടിയുണ്ടാക്കരുത്. मेरे भाइयों जो है आप लोग झगड़ा ना करना. നിങ്ങൾ വഴി കിടന്ന് അടിയുണ്ടാക്കി അപ്പന്റെ പേരാ നശിക്കുന്നത്. आप लोग झगड़ा करोगे तो जो पिता का जो है नाम खराब നിങ്ങൾ होता है. അപ്പനെയാ നിന്ദിക്കുന്നത്. तो पिता को तुम जो निंदा कर रहे हो. ആമേൻ. ഇവരുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ജോസഫ് പറയുക, इनका स्वभाव को अच्छे से पता हो. जोसेफ कहता है നിങ്ങൾ വഴി കിടന്ന് ശണ്ട കൂടരുത്. तुम जो झगड़ा ना करना. ആമേൻ. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. तुम दूसरों को जो है मत सताना. മറ്റുള്ളവർക്ക് വിരോധമായി നിൽക്കരുത്. दूसरे के विरोध में नहीं आना. ആമേൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലതുണ്ട്, तुमको दिया हुआ कुछ बातें അതിൽ നിങ്ങൾ വിശ്വസ്തരായി നിലനിൽക്കണം. उसमें तुम विश्वस्त होकर आगे बढ़ना. ആമേൻ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. तुम दूसरों की बातों में नहीं जाना. അപ്പൊ എന്താ ചെയ്യേണ്ടത്? तो क्या करना है? ആമേൻ. നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. एक दूसरे के साथ प्रेम में रहना है. ആമേൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ആമേൻ
തമ്മിൽ തമ്മിൽ ശത്രുത വെച്ച് പുലർത്തരുത്. मतलब ये है कि एक दूसरे से शत्रुता नहीं रखना, നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. हम एक ही मन से रहना है, നിങ്ങൾ ആമേൻ ഐക്യമത്യപ്പെടണം. एकता होना है. അത് യേശു ക്രിസ്തു പറഞ്ഞതും അതാണ്. നിങ്ങൾ ആമേൻ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ उसने भी यही कहा कि पिता पुत्र एक होते जैसा നാം ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടതിന്, हम मसीह में एक होने के लिए, നാം ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോൾ हम मसीह में एक होने समय അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. वह परमेश्वर का काम प्रकट होता है. ആമേൻ യെശയ്യാവിന്റെ പുസ്തകം यशायाह का पुस्तक 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ 11 का 13 पढ़ने के समय അവിടെ ദൈവാത്മാവ് ശക്തമായി പറയുന്ന ഇന്നൊരു കാര്യം കൂടിയുണ്ട്. वह परमेश्वर की आत्मा और एक बात कहती है. ആമേൻ യെശയ്യാവ് 11-13 यशायाह उसका 13 का यशायाह का 11 का 13. ആ എഫ്രായിമിന്റെ അസൂയ നീങ്ങിപ്പോകും. इफ्राइम फिर ढाना करेगा, ആമേൻ യഹൂദയെ അസഖ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. यहूदा के तंग करने वाले काट डाले जाएंगे. എഫ്രായിം യഹൂദയോട് അസൂയപ്പെടുകയില്ല. तो इफ्रेम जो है यहूदा से ढा करेगा, ആമേ യഹൂദ എഫ്രായിമിനെ അസഖ്യപ്പെടുത്തുകയുമില്ല. ना यहूदा इफ्रेम को तंग करेगा. ആമേൻ അസൂയ പാടില്ലെന്ന. वहाँ पे लिखा है कि जो है ढा नहीं करना. ആമേ ഇവിടെ രണ്ടുപേരെ തമ്മിൽ അസൂയ. यहाँ पे दो जन के बीच में ढा है. ഒരാൾ ഒന്ന് മുന്നേറി വന്നപ്പോൾ एक व्यक्ति आगे आने के समय പ്രൈസ് ദി ലോർഡ് ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല, ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. पहले के समान नहीं, थोड़ा बदलाव आ गया है. അല്ലെ, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നേ മതിയാവും. जीवन में कुछ बदलाव आना जरूरी है. എപ്പോഴും ഒരുപോലെ ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. एक समान रहना नहीं चाहते पर ഓരോ ദിവസവും വളരണമെന്ന हर दिन जो है बढ़ना है. ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है ക്രിസ്തു എന്ന തലയോളം വളരണം. मसीह जो सर तक बढ़ना है. ആമേ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളർന്നേ മതിയാവും. मसीह जो सर है वहां तक बढ़ना जरूरी है. തലയ്ക്ക് മേലെ വളരണ്ട, और सर के ऊपर नहीं. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണമെന്ന്. मसीह जो सर है वहां तक बढ़ना है. ഇന്നലെ ആയിരുന്നത് പോലെ ആയിട്ട് കാര്യമില്ല. पहले थे वैसा होके फायदा नहीं है. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരണം. हमारे जीवन में कुछ बदलाव होना चाहिए. ഇപ്പം കുറച്ച് പ്രാർത്ഥന കൂടിയത്, ये प्रार्थना थोड़ा बढ़ गया है. ഇപ്പൊ ചില ആമേൻ വചനത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കിയത്, ज्ञान जो है वो समझ रहा है. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. सभी लोग को पसंद आएगा नहीं पता. പണ്ടൊക്കെ ശാന്തമായിരുന്നു. पहले वो शांत था, ഇപ്പൊ ഇച്ചിരി ആരാധനയ്ക്ക് ശക്തിയൊക്കെ കൂടി. अभी थोड़ा आराधना को शक्ति से बढ़ गया. ഇപ്പൊ എഴുന്നേറ്റ് രണ്ട് വാക്കൊക്കെ പറയാറായി. अभी कुछ बातें बोलते भी है. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. परमेश्वर वही चाहते हैं. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. नहीं चाहते हैं. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, परमेश्वर हमसे चाहते हैं. ആമേൻ യേശു ക്രിസ്തു പറഞ്ഞു, यीशु मसीह ने कहा എന്നിൽ വിശ്വസിക്കുന്നവൻ मुझसे विश्वास करता है, ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യണം. मुझसे मैं जो करता है उसको डबल करेगा. നമുക്ക് ഇഷ്ടപ്പെടുമോ? क्या मुझे अच्छा लगेगा? നമുക്ക് ഇഷ്ടപ്പെടുമോ? क्या हमको अच्छा लगेगा? നമ്മുടെ വിശ്വാസി, हमारे विश्वास നമ്മുടെ കൂട്ടുപ്രവർത്തകൻ हमारे साथ जो काम करते हैं, നമ്മക്കാലും ഒരല്പം നല്ല രീതിയിൽ വചനം പറഞ്ഞാൽ हमसे अगर थोड़ा अच्छा वचन ഒരു बोलेंगे, സ്തോത്രം പറയാൻ നമുക്ക് കഴിയുമോ? धन्यवाद बोले, हमको होगा क्या? ഒരു പ്രോത്സാഹനം കൊടുക്കാൻ കഴിയുമോ? प्रोत्साहन उनको देख पाएंगे? നമുക്ക് അസൂയ, हमें जो എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇടണമെന്ന कैसे भी उनको नीचे करना है. നമ്മൾ പ്രസംഗിക്കാറുണ്ട്. हम जो है भाषण देते हैं. ദാവീദ് ഗോലിയാത്തിനെ തകർക്കാൻ പോയപ്പോൾ दाऊद गोलियत को नाश करने गया तो അവന്റെ സഞ്ചിയിൽ 5 കല്ലുണ്ടായിരുന്നു. उनके जो है थैली में 5 पत्थर थे. അവൻ ഒരു കല്ലേ ഉപയോഗിച്ചുള്ളൂ. एक पत्थर ही उपयोग किया, മറ്റു 4 കല്ലുകൾ എന്താ ചെയ്തത്? बाकी 4 पत्थर क्या किया? ഇന്ന് 5 പേര് 5 ഭാഷമാരെ ഒരു സ്റ്റേജിൽ ഇരിക്കുക. आज 5 पास्टर एक है स्टेज में 5 ഭാഷകൾക്ക് കുറച്ച് സമയം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. और 5 पास्टरों को कुछ समय दिया है. ആദ്യം കയറുന്ന ഭാഷ പ്രസംഗിക്കുമ്പോ 4 ഭാഷമാര് എന്താ ചെയ്യുന്നത്? तो बाकी जो है पहला पास्टर जाके बात करने से बाकी पास्टर 4 क्या करेंगे? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. आगे बोलिए. മറ്റു 4 പേര് എന്തായിരിക്കും ചെയ്യുന്നത്? बाकी 4 क्या करेंगे? സ്വതന്ത്രം പറയുവോ? धन्यवाद बोलेंगे क्या? പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കല്ലെടുത്തപ്പോ अब एक पत्थर लेने के समय മറ്റു 4 കല്ലും ഞാൻ വിചാരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും, मुझे लगता है वो लोगों ने ऐसा प्रार्थना किया होगा, ഞങ്ങളെ ഇതൊന്നും എടുക്കാൻ അനുവദിക്കരുത്, हमको नहीं उठाया, ആ കല്ലുകൊണ്ട് തന്നെ അത് തീർക്കണം, उस पत्थर से खत्म होना चाहिए. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, हम यहाँ से प्रार्थना करें, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. हम यहाँ से प्रार्थना करें. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ ഒറ്റ കല്ലുകൊണ്ട് കാര്യം अब നടന്നു. ऐसा प्रार्थना करने के समय वो एक पत्थर से काम हुआ. ഇല്ലെങ്കിൽ ദാവീദ് 5 കല്ല് എറിഞ്ഞാലും വീഴത്തില്ല. नहीं तो दावीद जो है 5 पत्थर डालेगा तो भी नहीं होता था. ഇന്ന് അതാ സംഭവിക്കുന്നേ. आज यही हुआ है. 5 കല്ല് എറിഞ്ഞാലും 5 पत्थर डालने के समय ഒരനക്കവും ഇല്ല. एक ही जो है कुछ भी नहीं हुआ. പകുതി രോഗിയായി വരുന്നവർ जो आधा जो है बीमार से आने वाले लोग മുഴു രോഗിയായി പോകുന്നു. पूरा बीमार से चले जाते हैं. കാരണം എന്താ? कारण क्या ഈ है? കല്ലുകൾക്ക് ഐക്യതയില്ല. क्योंकि इस पत्थरों को एकता नहीं. അവൻ ഒരു കല്ല് കൊണ്ട് എറിയുമ്പോ മറ്റു കല്ലുകൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യത്തില്ല. एक पत्थर जाने से बाकी पत्थरों जो है प्रार्थना करके उनको और- सपोर्ट नहीं कर रहे, സ്തോത്രം പറയത്തില്ല. एक धन्यवाद नहीं बोलते. അവൻ പ്രീശനോട് എന്നെക്കാളും അധികം പ്രസംഗിച്ചാൽ, अब मुझसे ज्यादा अगर बोल दिया तो, എന്നെക്കാളും അധികം പാട്ട് പാടിയാൽ, ज्यादा जो है गीत गाया, എന്നെക്കാളും അധികം പ്രാർത്ഥിച്ചാൽ, ज्यादा जो है प्रार्थना किया, എന്നെക്കാളും അധികം കൃപാവരങ്ങൾ വന്നാൽ अनुग्रह प्राप्त किया तो സന്തോഷം ഉണ്ടാകുമോ? क्या खुशी होगा? ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന तो ചെയ്യാം. हम अपने आप को जांचे आज. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. हम जो है एक प्रेम में जो आगे आए. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനുള്ളത്,
परमेश्वर की आत्मा हमसे बोलना चाहते हैं നമ്മൾ ഐക്യമത്യമുള്ളവരായി തീരുക. हम एक से रहना है, നമ്മൾ സഹോദര പ്രീതിയിൽ നിലനിൽക്കുക. हम जो है प्रेम में, भाईचारे प्रेम में होना चाहिए. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നായി തീരുക. हम इन दिनों में एक साथ होना है, നമുക്ക് പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരാം. हम मसीह के जो स्वभाव में होना चाहिए. സദാ നമ്മോട് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുക. पुलिस वही कहा है कि हमें जो मसीह के स्वभाव में होना चाहिए. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. जो मुझे भेजा हुआ जो है वैसा सेवकाई मुझे पता है, അതുകൊണ്ട് മറ്റൊരാളുടെ ശുശ്രൂഷയിൽ ഞാൻ ഒരിക്കലും വ്യാകുലപ്പെടാം. इसलिए किसी और की सेवकाई में मैं कभी व्याकुल नहीं होता हूँ, കാരണം അവർക്ക് കൊടുത്ത ശുശ്രൂഷയല്ല എന്നെ कि ഏൽപ്പിച്ചിരിക്കുന്നത്. उनको दिया हुआ सेवकाई नहीं मुझे दिया, എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്കറിയാം. मुझे जो दिया है वो मुझे पता है, അത് ഞാൻ കൃത്യതയോടെ ചെയ്യും. और मैं वैसे अच्छे से करूंगा. അതുകൊണ്ട് എന്റെ സഭയിലായാലും इसीलिए मेरे सभा में हो, എന്നോട് കൂടെ സഹകരിക്കുന്നവരായാലും मेरे साथ जो रहने वाले भी हो, അവരെന്നിലും അധികം മുന്നേറുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. कोई लोग मुझसे आगे जाते तो मुझे खुशी है, ഞാൻ പ്രോത്സാഹനം കൊടുക്കത്തേ ഉള്ളൂ. मैं प्रोत्साहन देता ही हूँ, ഞാൻ സ്തോത്രം പറയത്തേ ഉള്ളൂ. मैं धन्यवाद बोलूंगा, കാരണം കർത്താവെ എന്നെക്കാളും അവരെ ദൈവം ഉപയോഗിച്ചു. क्योंकि मेरे से भी ज्यादा परमेश्वर उनको उपयोग किया. കാരണം ഒരിക്കലും ഒരു സഹോദരൻ ഇങ്ങനെ വന്നൊരു സാക്ഷ്യം പറയാനിടയായി. कि एक बार एक पिता जो है ऐसे एक जने आके गवाही दिए, ആ സഹോദരൻ വന്ന സഭയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. तो भाई ने आके ऐसा गवाही दिया, പക്ഷെ ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തിലുള്ള സഭയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കണം. पासवान जो मैं अभी जो कलीसिया में जा रहा हूँ, അവിടുത്തെ സഭയിലെ ദൈവദാസൻ എനിക്ക് അല്പസമയം തന്നു. वहाँ पे प्रभु का दास ने मुझे थोड़ा समय दिया, ഞാൻ എഴുന്നേറ്റ് ഒരു പ്രബോധനം കൊടുത്തു. मैं जो उठ के जो है वचन दिया. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, तो प्रभु के दास ने कहा, അതൊരു ന്യൂ ലൈഫ് ചർച്ചയായിരുന്നു. न्यू लाइफ कलीसिया था, നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാഗൽഭ്യം എങ്ങനെ ലഭിച്ചത്? तुमको ऐसा बात करने के लिए कहाँ से हुआ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ने बोला कि हमारा पासवान हमें प्रोत्साहन करता है, ഞങ്ങളുടെ പാസ്റ്റർ ദൈവവചനത്തെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. हमारे पासवान जो हमारे वचन सिखाते हैं ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ और हमें यदि प्रोत्साहन बोलेगा, എവിടെ പോയാലും कहीं पर भी जाएंगे അവസരം ലഭിച്ചാൽ अवसर मिलता है, അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. हमें परमेश्वर को जो है महिमा देते हैं, ദൈവവചനം ശക്തമായി പറയുക. परमेश्वर का वचन शक्ति को कहते हैं. ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചു വിട്ടതുകൊണ്ട് वैसे हमको बोला है, ഞങ്ങൾക്ക് പോകുന്നിടത്തെല്ലാം അത് പറയുവാനുള്ള അവസരം ദൈവം ഒരുക്കുന്നു. हम जहाँ भी जाते परमेश्वर को अवसर देते हैं. അപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ നല്ല രീതിയിലാണല്ലോ നടത്തുന്നത്. तो उन्होंने बोला कि ऐसे तुम्हारे पास अच्छे चला रहे हैं. ആ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ उन्होंने भाई जो गवाही बोलने ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. परमेश्वर को महिमा दिया, കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതാ, कि परमेश्वर ने मुझे भेज दिया മറ്റുള്ളവരെ വളർത്തുവാൻ, दूसरों को जो है आगे बढ़ाना, മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ, दूसरों को जो है सहायता करने, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, दूसरों को प्रोत्साहन करने, അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കുക. के जो अनुग्रह मिला है उसको बढ़ाने की, അവർ ഓരോ ദിവസവും ക്രിസ്തുവിൽ ഉറച്ചവരായി തീരുക. वो हर एक दिन जो मसीह में और बढ़ने के लिए. അങ്ങനെയെങ്കിൽ എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ऐसा है तो मुझे जो मिला है उसमें विश्वस्त होकर बढ़ना है, तो ദൈവം എന്നെ അനുഗ്രഹിക്കും. परमेश्वर मुझे अनुग्रह, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. वो मुझे पता है. ആകയാൽ പ്രിയമുള്ളവരെ, इसलिए प्रिय लोग, ഇവിടെ ദൈവവചനം പറയുന്നത് वचन कहता है സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. भाइयों एक साथ आना कितना शुभ और कितना मनोहर. ആമേൻ. അവർ ഒരുമിച്ച് വസിക്കുക എന്ന് പറയുമ്പോൾ एक साथ रहना मतलब അവർ ഐക്യതയോടെ നിൽക്കുക, वे लोग जो एक साथ रहना, തമ്മിൽ സ്നേഹമുള്ളവരായി തീരുക, जो एक प्रेम में रहना, അസൂയപ്പെടരുത്, जो है डा नहीं करना, വഴിയിൽ ശണ്ട കൂടരുത്. झगड़ा नहीं करना, പിന്നെ എന്താ ചെയ്യേണ്ടത്? परंतु क्या करना है, അവർ ഏക അഭിപ്രായമുള്ളവരായി തീരണം. एक ही जो है बात होना चाहिए, ആമേൻ. അവർ ഒരേ കാര്യം സംസാരിക്കുന്നവരായി തീരണം. एक ही बात बोल जानी चाहिए. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? भी होने समय पता है क्या होता है. യെശയ്യാവ് 11:6 പറയുന്നു, यशायाह 11:6 में कहता है, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവവചനം ഇങ്ങനെ പറയുന്നു, परमेश्वर का वचन ऐसा कहता है, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, भेड़िया भेड़ों के बच्चों के साथ रहेगा, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, और जो चीता बकरी के बच्चे के साथ बैठेगा, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, और बछड़ा और जवान सिंह और पला पोसा हुआ बैल, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. तीनों इकट्ठा रहेंगे और एक छोटा लड़का उन्हें अगुवाई करेगा. നോക്കിയേ, ചില സിംഹങ്ങളുടെ സ്വഭാവമുള്ളതെല്ലാം ആമേൻ പ്രൈസ് ദി ലോർഡ് എന്താ കോലാട്ടുകുട്ടിയുടെ സ്വഭാവത്തിൽ മാറും. हम देखते हैं कि सिंह का स्वभाव वाले जो है सब एक साथ हो जाएंगे. ചില സ്വഭാവങ്ങളെയൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തും. कुछ स्वभाव को परमेश्वर रूपांतर करेंगे. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ പെട്ടകത്തിനകത്ത് കിടന്നതുപോലെ नूह के जो एक जहाज में था वैसे ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചാൽ जहाज में प्रवेश करके സ്വഭാവമെല്ലാം മാറും. स्वभाव से बदलता है. ഏത് പുള്ളിപ്പുലിയുടെ സ്വഭാവമായാലും कोई भी जो है चीता का स्वभाव है, അത് കോലാട്ടുകുട്ടിയായി മാറും.
वो एक बच्चे के साथ बैठा रहेगा। ആമേൻ പ്രൈസ് ദി ലോർഡ്. ചെന്നായ്ക്കളെല്ലാം കുഞ്ഞാടുകളായി മാറും. वहां पे लिखा है कि वो जो है भेड़िया सब भेड़ के संग के रहेंगे। പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. उसका स्वभाव सब बदल जाएगा। അതായിരിക്കണം ഒരുമിച്ച് വസിക്കുന്നത്. वो है एक साथ वास करने के बाद। ഇത് ഒരുമിച്ച് വസിക്കും. ये एक साथ जो है वास करते हैं। സിംഹം സിംഹമായി തന്നെ നിൽക്കുക. सिंह जो है सिंह के समान ही അവസരം കിട്ടിയ കടിച്ചു കീറി. अवसर मिलेगा तो वो काट के खा। പ്രൈസ് ദി ലോർഡ്. കടിച്ചു കീറാനുള്ളതല്ല, ഇത് അകത്ത് പ്രവേശിച്ചാൽ സ്വഭാവം മാറണം. हाँ, वो ऐसी करने के नहीं, लेकिन अंदर जाने से स्वभाव बदलना चाहिए। പട്ടകത്തിനകത്ത് പ്രവേശിച്ച ആമേൻ പ്രൈസ് ദി ലോർഡ് മൃഗങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളവരായി മാറി. जो भी वहां पे थे उनका सब एक ही स्वभाव हो गया। ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആമേൻ കടന്നു വരുമ്പോൾ എല്ലാവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. मसीह के जो है एक प्रेम में आने के समय सभी का स्वभाव एक हो जाता है। അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. वो है मसीह चाहते हैं ഞങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഞങ്ങളിൽ ഒന്നാകേണ്ടത്. हम जैसे एक हो रहे वैसे हमें में एक होने के लिए। അതാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്. वही यीशु मसीह ने भी पिता से प्रार्थना की। ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आइए हम अपने आंखों को बंद ഒരു നിമിഷം നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. अपने आप को परखे। നമ്മുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? हमारे स्वभाव को जो है बदलाव हुआ है അതോ പഴയ സ്വഭാവമാണോ? या फिर जो है पहले का स्वभाव है। ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി മാറിയിട്ടുണ്ടോ? मसीह के आने के समय नया सृष्टि हुआ है क्या? നമ്മൾ ആമേ പറയാറുണ്ട്, हम बोलते हैं ഞാൻ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായി, मैं जो है इतना उद्धार पाके इतना साल हो ഞാൻ गया, സ്നാനപ്പെട്ട് ഇത്ര വർഷമായി, मैं जो है बपतिस्मा लेके इतना साल हो गया। എന്നെ ആരും മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. मुझे कोई भी जो है बदलने की कोशिश मत कीजिए। പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. वैसा नहीं है। ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേ മതിയാവും. जो है बदलाव हमारे जीवन में आना जरूरी है। കാലങ്ങൾ മുന്നേറുമ്പോൾ जब भी जो है समय जाने के समय വിശ്വാസത്തിന്റെ ചില ആമേൻ അവസ്ഥകളിൽ മാറ്റം സംഭവിക്കും. विश्वास में जो है कुछ बदलाव होता है, ആമേൻ ചില പിന്നിലോട്ടുള്ള ചില യാത്രകൾ നടക്കും. तो जो है कुछ पीछे कुछ यात्रा होता ചിലപ്പോ है। നമ്മൾ അറിയാതെ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ചിലത് നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറും. कभी हम नहीं पता ऐसे कुछ बातें होते हैं। ചില അധികാര പദവികൾ നമ്മെ തളർത്തിക്കളയും. कुछ अधिकार के जो है पद ऐसा हमें हरा सकते ചില അവസ്ഥകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കും. हैं। हमें कुछ बातें जो है परमेश्वर से अलग कर सकते ഓരോ ദിവസവും പരിശോധിച്ച് हैं। हर एक दिन जो है उसको ढूंढ के ഓരോ ദിവസവും നമ്മെ ശോധന ചെയ്ത് अपने आप को जो है जांच कर ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. मसीह के साथ हमें एक होना है। ഇന്ന് പൽക്കാലം നമുക്ക് സമർപ്പിക്കാം. हम आइए समर्पण നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം. अपने आप को जो है परखते हैं। സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് जो है भाई एक साथ होना ആമേൻ എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. कितना शुभ और मनोहर है। ആ അവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങി വരാം. उस अवस्था में वापस लौट ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथों में देते हैं। എല്ലാ അസൂയയും മാറ്റാം. सारी जो है डाह हटाकर, ഈ എല്ലാ ആമേൻ പ്രൈസ് ദി ലോർഡ് ഭിന്നതയും മാറ്റാം. सब कुछ जो है फूट हटाकर, ആമേൻ എല്ലാവിധമാകുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവർക്ക് വിരോധമായുള്ള ചിന്തകൾ മാറ്റാം. दूसरों के विरोध के सारे चिंताएं हटाकर ഏക അഭിപ്രായമുള്ളവരായി തീരാം. एक ही जो अभिप्राय के साथ, ആമേൻ ഒരേ വാക്ക് സംസാരിച്ചു एक ही जो है काम, ഒരു മനസ്സോടുകൂടെ एक मन होकर സ്നേഹത്തിലും जो है प्रेम में, സൗമ്യതയിലും जो है एकता में, ആമേൻ ഐക്യതയിലും മുന്നേറുവാൻ एकता में हमें आगे बढ़ना है। ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. परमेश्वर के हाथों में दे देंगे। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता चे परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हमें का धन्यवाद देते हैं। ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. और एक जो है आपने सुबह का दिया, इससे धन्यवाद देते हैं। ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. आज के सुबह के समय भी बात किया, इससे धन्यवाद। ഞങ്ങൾ ഐക്യമത്യമുള്ളവരായി हम जो एकता में होने, സ്നേഹത്തില് प्रेम में ഒരുമിച്ച് മുന്നേറുവാൻ एक साथ आगे ഇന്ന് बढ़ने, പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. हम अपने आप को देते हैं। അതിന് വിരുദ്ധമായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന हमारे उसके बीच में, हमारे बीच में आने वाले എല്ലാ ശത്രുവിന്റെ പദ്ധതികളെയും തകർത്ത് सारे शत्रु के पद को जो है उसको तोड़ने के लिए, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നാകേണ്ടതിന് परमेश्वर के प्रेम में एक साथ होने के ഈ लिए ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തണം, हमें बल देना, ഞങ്ങളെ ശക്തീകരിക്കണം. हमें शक्ति देना, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവ്. हमें अपने हाथों में हम देते हैं पिता प्रभु। വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാണ്. वचन के अनुसार हमें जीने के साथ അങ്ങ് സംസാരിച്ച കൃപയ്ക്കായി अब സ്തോത്രം. बात इसलिए धन्यवाद देते हैं। കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും തിരികരങ്ങളിലേക്ക് ഏൽപ്പിക്കും. हमें सभी लोग अपने हाथों में समर्पण करते हैं। അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. प्रार्थना कीजिए ഈ നാളുകൾ ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നായി തന്നെ മുന്നേറുവാൻ കൃപ ചെയ്തു. दिन में मसीह में एक होने के लिए ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. अनुग्रह के धन्यवाद देते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. सुने धन्यवाद देते യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, हैं। अधिकार बड़े नाम से ആമേൻ. आमीन।